ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആന്റിയമ്മ സാഗറിന്റെ മേൽ പ്രഷർ ചെലുത്തുന്നുണ്ട്. മാനസിയും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് സാഗർ ഒടുവിൽ അതിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം കൃഷിന്റെ ഭാഗത്തു നിന്നുകൂടെ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ മാനസിക്ക് കൊടുത്ത ഉറപ്പ് പോലെ തന്നെ കൃഷി കൺമണിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാഗർ ആ രീതിയിൽ ചിന്തിക്കുന്നത് കണ്ടിട്ട് സുജാതയ്ക്കും ആന്റിയമ്മയ്ക്കും ടെൻഷൻ ആവുന്നു. സുജാത എന്നിട്ട് സാഗറിനോട് പറയും, എന്റെ സാഗർ, അതൊക്കെ അവന് പിന്നീട് തോന്നിയ ഫാന്റസി കാര്യങ്ങളല്ലേ, നമ്മളെ മാനസികമായിട്ടുള്ള കല്യാണം മുൻപേ ഉറപ്പിച്ചതല്ലേ. അപ്പൊ ആന്റിയമ്മ ഇതേ സമയം തന്നെ, എടാ സാഗറെ, കൃഷ്ണൻ ഇതൊന്നും ഒരു പുത്തരിയേ അല്ല, അവന്റെ കഥകളൊക്കെ നമുക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് അവന്റെ വാക്കിലെ പിടിച്ച് നീ മനസ്സ് മാറ്റരുത് കേട്ടോ. ഞാൻ ഹേമയോട് സത്യം ചെയ്തതാ കൃഷി കല്യാണം കഴിക്കുന്നത് മാനസിയായിരിക്കുമെന്ന്. അതും സത്യം സത്യം സത്യമെന്ന് 3 വട്ടം പറഞ്ഞതുവാ. ഇത് കേൾക്കുന്നതും സാഗർ സുജാതയോട് ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെയൊക്കെ പറഞ്ഞോ? എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. കാരണം കൃഷ്ണനെയും കൺമണിയും പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് കാണുകയല്ല. മാനസ മാത്രമല്ല, ഹേമയും മാനസയും ചേച്ചിയമ്മയും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ എന്ത് മറുപടി പറയും അവരോട്? ഞാനാണ് മാനസയുടെ അമ്മയുടെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തു കളഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെയാ ഞാൻ സത്യം ചെയ്ത് കൊടുത്തത്. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സാഗർ പറയുകയാണ് അവരോട്, നമ്മൾ ഈ വിവാഹം നടത്തുന്നു എന്ന്. അതങ്ങോട്ട് കേൾക്കുന്നത് മുഖം വിടരുന്നുണ്ട് സുജാതയ്ക്കും ആന്റിയമ്മയ്ക്കും. മാത്രമല്ല, കൃഷും മാനസും തമ്മിലുള്ള വിവാഹം അത് ഉടനെ തന്നെ നടത്താനാണ് തന്റെ തീരുമാനമെന്നും സാഗർ ഇതേ സമയം അറിയിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടനെ തന്നെ ആ കാര്യം നടത്തണം. ആന്റിയമ്മ വീണ്ടും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, തീർച്ചയാണല്ലോ അനിയൻകുട്ട, മാറ്റമില്ല ചേച്ചിയമ്മ എന്ന് തന്നെ സാഗർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശേഷം സുജാത സാഗറിനോടായിട്ട്, സാഗറിന്റെ മനസ്സിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ സാഗർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സുജു, ഹേമയുടെ സ്ഥാനത്ത് ഞാൻ തന്നെ ഓർത്തു. അപ്പൊ എന്റെ മനസ്സിലെ സംശയമൊക്കെ മാറി. പിന്നെ ചേച്ചിയമ്മേ, നമുക്ക് കല്യാണത്തിന് ഒരുങ്ങാം. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം അത് ആഘോഷമായിട്ട് തന്നെ നമുക്ക് നടത്തണം എന്നും കൂടെ പറഞ്ഞു വെച്ചിട്ടാണ് സാഗർ പോകുന്നത്. അതോടെ ആന്റിയമ്മയ്ക്കും സുജാതയ്ക്കും ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുകയാണ്. അതിനുശേഷം കാണിക്കുന്ന മഹി കൃഷ്ണനോടായിട്ട് സാഗറിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ കാണിച്ചതേ പരമ തെണ്ടിത്തരം തന്നെയാ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക എന്നൊക്കെ പറയില്ലേ, അയാളാരാ, അഡോൾഫ് ഹിറ്റ്ലറോ? ഓരോന്നങ്ങോട്ട് ആജ്ഞാപിക്കാനായിട്ട് കൃഷ്ണ മഹിയോടൊന്ന് അടങ്ങാനൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹിയുടെ കലിപ്പ് തീരുന്നില്ല. സാഗറിനോടുള്ള കലിപ്പ്. ആ ബാലഗോപാലിന്റെ മേക്കപ്പ് ഇട്ട് അങ്ങോട്ട് ചെന്ന് 2 പൊട്ടിച്ചാലോ നേരം ഞാൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. കൃഷിന്റെ മുഖത്ത് നോക്കി കൃഷ്ണ മഹിയോട് പിന്നെയും പറയുന്നുണ്ട്, നീ ഒന്ന് വെറുതെ ഇരിക്കാൻ. എന്നാൽ മഹി തിരിച്ചു പറയും, നീ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടാണ് അച്ഛന്മാര് വന്ന് മേഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. പേരിനൊന്നും ഒരു കുറവുമില്ല. സാഗർ, നമ്മുടെ സാഗർ കോട്ടപ്പുറത്തിനെ കൊണ്ടേ ഇയാളെ കഥാപാത്രമാക്കി ഒരു നോവൽ എഴുതിക്കാം, ഒരു ഗസറ്റഡ് യക്ഷൻ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഒരു കണ്ണിച്ചോരയില്ലാത്ത ചെയർമാൻ. സാഗറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി മഹി സംസാരിക്കുന്നതൊന്നും കൃഷിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിർത്താൻ പറയുന്നുണ്ട്. ശേഷം ഞാൻ തന്നെ ചില തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പോവുകയാണെന്നും കൃഷി പറഞ്ഞത് കേട്ട്, നിനക്ക് എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ സ്വയമായിട്ട്? നിന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് ആശാനറിയാം. തുലാവർഷം വരുമ്പോ പറയും ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കല്യാണമെന്ന്. അത് കേട്ട പാതി നീ കൺമണി അങ്ങ് വിളിച്ചിട്ട്, കേട്ടോ കൺമണി, ഇടവപ്പാതി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമാ, അച്ഛൻ സമ്മതിച്ചു എന്ന് പറയും. എന്നാൽ ഇടവപ്പാതി കഴിയുമ്പോ പറയും തുലാവർഷം കഴിയട്ടെ എന്ന്. എടാ, നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ കല്യാണം നടത്തി തരാനല്ല, അതെങ്ങനെ നടത്താതിരിക്കാം എന്നതിലാണ് അയാൾ ഗവേഷണം നടത്തുന്നത്. അതിപ്പതേ ആണിയടിച്ചങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. വയറ് നിറഞ്ഞല്ലോ, ഇനി നീ അനുഭവിച്ചോ. എന്നാൽ മഹി ഇങ്ങനെ സാഗറിനെ അടച്ചാക്ഷേപിക്കുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയുന്നില്ല കൃഷിന്. കൺമണി ബാലഗോപാലിൽ നിന്നും അച്ഛനെ രക്ഷിച്ചതോടെ അച്ഛന്റെ മനസ്സിന് കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഹി അത് വിശ്വസിക്കുന്നില്ല. അങ്ങേരുടെ മനസ്സിനൊന്നും ഒരു മാറ്റവും തീരുമാനിച്ചു കാണും. മാനസയും നീയും തമ്മിലുള്ള കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണോ അമ്പലത്തിൽ വെച്ച് നടത്തണോ എന്നുള്ളത്. അതല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലടാ. അല്ല, സുജാത ആന്റിയും നൈസായിട്ട് അങ്ങ് മാറിക്കളഞ്ഞല്ലേ. കൃഷപ്പ പറയും അത് മാനസയുടെ സങ്കടം കണ്ടിട്ടാണെന്ന്. എന്നാൽ അത് കേൾക്കുന്ന മഹി ആകട്ടെ, പിന്നെ മാനസയുടെ ഒരു വിഷമം. എടാ, മാനസയ്ക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിലേ ഒരു 10 സെന്റ് വസ്തു അങ്ങ് എഴുതി കൊടുത്തോളാൻ പറ. അല്ലാതെ വല്ലവന്റെയും ജീവിതം വെച്ചിട്ടല്ല കളിക്കേണ്ടത്. ആ ബാലഗോപാലും സുമിത്രയും കൂടെ വന്ന രാത്രി ഉണ്ടല്ലോ, കൺമണി ഐസിയുയിൽ പോകാൻ പാടില്ലായിരുന്നു. എന്നാ പിന്നെ കാണായിരുന്നു അവിടുത്തെ കഥകളി. നിന്റെ സാഗർ തമ്പുരാനെ ഓടിയ വഴിക്ക് ഒരു പുല്ല് പോലും മുളക്കില്ലായിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് കൺമണി അയാളെ രക്ഷിച്ചത്. അതിന്റെ ഒരു കടമയല്ല, ഒരു ചെറിയൊരു നന്ദി അതെങ്കിലും ഒന്ന് കാണിച്ചുകൂടെ? അങ്ങേർക്ക് ചെയർമാനാകാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഡിസൈനർ ആവാൻ പറ്റില്ല. ചെയർമാനാകാൻ പണം മതി, പക്ഷെ മറ്റേതിനെ നല്ല കഴിവ് വേണം. അതൊന്നും കാശ് കൊടുത്താൽ കിട്ടത്തുമില്ല. എന്നാൽ മഹിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് കൃഷി പറയുന്നുണ്ട്, എടാ, നീ ഇങ്ങനെ പലതും പറഞ്ഞ് വിളിച്ചു പോവാതെ കാര്യത്തിലേക്ക് വാ. അപ്പം മഹി പറയും, എടാ, എന്റെ വിഷയം കൺമണിയല്ല, സാഗര. ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴേ നിനക്കതിൽ കഴമ്പൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ അതെന്തുകൊണ്ടാ, കാര്യമായിട്ടൊന്നും പുള്ളിയെക്കുറിച്ച് പറയാനില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതായി അതിന്റെ പാടായി എന്ന് പറഞ്ഞ് ഒരറ്റത്തുകൂടെ മര്യാദയ്ക്ക് നടന്ന കൊച്ചാണ് കൺമണി. നിന്നെ നോക്കാനോ ചിരിക്കാനോ കൊഞ്ചാനോ
അത് വന്നിട്ടില്ലല്ലോ. നീ അങ്ങോട്ട് പോയിട്ടാണ് കൺമണിക്ക് ഓരോ മോഹങ്ങൾ ഇട്ടുകൊടുത്തത്. വിളിച്ചു വരുത്തിയിട്ട് കഞ്ഞിയില്ല എന്ന് പറയുന്ന പോലെയാണിത്. ഞാൻ കൂട്ടി പറയുകയെന്ന് തോന്നരുത്. കൺമണിയെ പോലെ ഒരു കൊച്ചിന്റെ കണ്ണീര് ഈ ഭൂമിയിൽ വീണാലുണ്ടല്ലോ ആ ഇടം തന്നെ കരിഞ്ഞു പോകും. എന്നാൽ കൃഷി തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞു വരുന്നത് എന്താ? എന്റെ സൗകര്യത്തിന് ഞാൻ കൺമണിയെ കൈവിട്ടുവെന്നാണോ? എടാ, ഞാൻ ഇപ്പോഴും അവളുടെ പുറകെ നടക്കുക. അവളാണ് ഒഴിഞ്ഞു മാറുന്നത്. എന്നാൽ അത് കേട്ടിട്ടും മഹി സാഗറിനെയാണ് കുറ്റം പറയുന്നത്. സാഗർ സാറ് കാരണമാണല്ലോ അവള് കൺമണി ഒഴിഞ്ഞു മാറുന്നത്. കൃഷി വീണ്ടും സ്ഥാപിക്കുന്നുണ്ട് തന്റെ അച്ഛൻ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മഹി കളിയാക്കി ചോദിക്കും, എത്ര ഗ്രാം മാറിയിട്ടുണ്ട്? അപ്പൊ കൃഷി പറയും, അച്ഛന്റെ മനസ്സിലെ മാറ്റം ഞാൻ കൺമണിയോടും പറഞ്ഞു, പക്ഷെ അവള് പിടിവരുന്നില്ല. തുടർന്ന് കൃഷി ആണെങ്കിൽ താൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ മഹിയുടെ മുമ്പിൽ വെച്ച് തന്നെ കൺമണിയെ വിളിക്കുന്നുണ്ട് ഫോണിലൂടെ. കൺമണി എത്ര വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്ന് മഹിയെ കാണിച്ചു കൊടുക്കാനായിരുന്നു കൃഷി അങ്ങനെ ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ കൺമണി ഫോൺ എടുത്തതുമില്ല. അത് കഴിഞ്ഞ് മഹി പിന്നെ കൺമണിയെയും കുറ്റപ്പെടുത്താൻ തുടങ്ങാണ്. അതേസമയം കൃഷി ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ അച്ഛനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇപ്പൊ അവളുടെ നേർക്കായോ? ഒടുവിൽ മഹി പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വട്ടാക്കുകയാണെന്ന്. എന്നിട്ട് കൃഷ്ണനോട്, എടാ, ഞാൻ കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് പറയുന്നത്. ഒരു ദിവസം നീ വന്ന് പറയും കൺമണി പിണക്കം മാറ്റാൻ പുറകെ വരുന്നെന്ന്. അടുത്ത ദിവസം കൺമണി എന്ന് പറയും നീ പുറകെ പോയെന്ന്. മൂന്നാം ദിവസം സാഗർ സാറ് മൊടയാണെന്ന്. അടുത്ത ദിവസമാണെങ്കിലോ മാനസ പാര വയ്ക്കും. ഞായറാഴ്ച ആകുമ്പോഴോ ആന്റിയെ മെട ഓട്ടം തുള്ളൽ. ഇതേ എവിടെ തുടങ്ങി എങ്ങോട്ട് പോകുമെന്നൊന്നും എനിക്ക് പോലും അറിയില്ല. കൃഷ് അപ്പൊ പറയുന്നുണ്ട്, നിനക്കൊന്നും അറിയില്ലായിരിക്കാം, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. കൺമണിയിൽ തുടങ്ങി കൺമണിയിൽ തന്നെ അവസാനിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഈ ബന്ധം. അതിനിടയിലെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ശരി, ഞാൻ അതൊക്കെ തട്ടിമാറ്റും. ആരെയും കണ്ടിട്ടല്ല ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരെയും പേടിച്ച് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ പോകുന്നില്ല. ഈ കൃഷ്ണനൊരു പെണ്ണുണ്ടെങ്കിൽ അത് കൺമണി മാത്രമാ. എന്തായാലും കൃഷ്ണനെയും കൊണ്ട് ഇത്രയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹി ഇതെല്ലാം പറഞ്ഞത്. മഹിക്ക് സന്തോഷാവുന്നു. എന്നിട്ട് കൃഷ്ണന്റെ തോളിൽ തട്ടിക്കൊണ്ട് മഹിയും പറയുന്നുണ്ട്, കൺമണി നിനക്കുള്ളതാടാ, നീ കൺമണിക്കും. അതിനിടയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് നീ പതറണ്ട, നീ ബോൾഡ് ആയിട്ട് തന്നെ നിൽക്ക്. കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ ബോൾഡ് തന്നെയാ. കൺമണിയാണ് ഇപ്പൊ വിഷമിച്ച് മാറി നിൽക്കുന്നതെന്ന്. മാനസയാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം. അവളെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മാനസയെ ഒരറ്റത്തേക്ക് ഒതുക്കിയാലേ കൺമണിക്ക് ആ സ്ഥാനം കിട്ടും. മാനസയെ കുറിച്ച് സംസാരിക്കുന്ന നിമിഷം തന്നെ മാനസയുടെ കോള് കൃഷിന് വരികയാണ്. എന്നാൽ ഈ പിശാശ് എന്തിനാണവോ എന്നെ രാത്രി വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കൃഷ് ആ കോള് കട്ട് ചെയ്യുകയാണ്. അതേസമയം മഹി ഓർമ്മിപ്പിക്കുന്നുണ്ട് കൃഷിനെ, മാനസ എന്ന പിശാചിന് നിന്നെ എത്ര വേണമെങ്കിലും വിളിച്ചോട്ടെ, ഒരു മാലാഖയല്ലേ നിന്റെ കൂടെ ഉള്ളത്. കൃഷിനും അത് കേട്ട് സന്തോഷമാവും. അടുത്തതായിട്ട് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. സാഗർ അന്ന് പറഞ്ഞ വാക്കുകളെ പറ്റിയൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് കൺമണി. മനസ്സിൽ പറയുന്നുണ്ട്, എന്നിട്ട് എല്ലാം മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും മനസ്സിൽ പലതും ഓർമ്മ വരികയാണ്. ഒക്കെ മനസ്സിൽ നിന്ന് അകറ്റി കളഞ്ഞേ പറ്റൂ. ഓർമ്മകളിൽ തന്നെ ജീവിച്ചാൽ ജീവിതം മുന്നോട്ട് പോകില്ല. ആരെയും ഞാൻ ഓർക്കേണ്ട കാര്യമില്ല, ഒന്നിനെ ഓർക്കണ്ട എന്നൊക്കെ മനസ്സാലെ ഒരു തീരുമാനം എടുക്കുകയാണ് കൺമണി. ഇതേ സമയത്ത് തന്നെയാണ് കൃഷി കൺമണിയെ വിളിക്കുന്നത്. പക്ഷെ കൺമണിയുണ്ടോ കൃഷിന്റെ കോൾ എടുക്കുന്നു. മനഃപൂർവ്വം അതിനെ അവഗണിച്ച് വിടുകയാണ്. അതേ സമയത്ത് ഗോകുലും അങ്ങോട്ട് എത്തുമ്പോ ഗോകുല് കാണുന്നുണ്ട് കൃഷി കൺമണിയെ വിളിക്കുന്നതെല്ലാം. കൃഷ് സാറിന്റെ കോളാണല്ലോ ഇത്. അല്ല, അപ്പ എന്താ കോൾ എടുക്കാത്ത? കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ ഗോകുലെ എന്ന് കൺമണി പറയുന്നത് കേട്ടിട്ട് ഗോകുല് തിരിച്ചും പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാനും അപ്പയോട് പറഞ്ഞതല്ലേ. സാഗർ സാറ് പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് നിർത്തുന്നത് എന്തിനാ? ഇനിയിപ്പോ ശരി, സാഗർ സാറ് പറഞ്ഞത് അനുസരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്ന് കരുതിക്കൂടെ? ഫോൺ എടുക്കാതിരിക്കുന്നതിന്റെ അർത്ഥം പൂർണ്ണമായും മറന്നിട്ടില്ല എന്നാ. അല്ല, അതെന്തായാലും ഒരു കണക്കിന് നല്ലതുവാ. കൃഷ് സാർ ഉള്ളിലുണ്ടല്ലോ. ഇതൊക്കെ കേട്ട് ഗോകുലിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കൺമണി. അപ്പൊ അതേസമയം ഗോകുലും പറയും, അപ്പയ്ക്ക് മാത്രമല്ല എനിക്കും വരുന്നുണ്ട് ദേഷ്യം. ഞാൻ എഴുതി വെച്ചു തരാം. അപ്പയുടെ മനസ്സിലെ പഴയതിനേക്കാളും ശക്തിയായിട്ടാണ് ഇപ്പൊ കൃഷ് സാർ ഉള്ളത്. മുൻപ് അപ്പ കൃഷ് സാറിനെ ഓർക്കുന്നതിന്റെ ഇരട്ടി ഇപ്പൊ ഓർക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കൺമണി ആ പറഞ്ഞതെല്ലാം നിഷേധിക്കുന്നുണ്ട്. നിന്നോട് ആരാ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തിരിച്ചു പറയുകയാണ് ഗോകുൽ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? അപ്പൊ പൊന്നിമേട്ടിലെ കാര്യങ്ങളല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൺമണി പിന്നെയും ഗോകുലിനോട് ദേഷ്യപ്പെടുകയാണ്. ഗോകുൽ അപ്പൊ പറയും, കണ്ടോ, ഈ ദേഷ്യത്തിൽ നിന്ന് തന്നെ എനിക്കറിയാം അപ്പയുടെ മനസ്സിലെ കൃഷ് സാർ നിറഞ്ഞു നിൽക്കുകയാണെന്ന്. അപ്പേ, ഞാൻ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? അപ്പയും കൃഷ് സാറും തമ്മിലുള്ള കല്യാണം. അതിന് മറുപടിയായി ആർക്ക് എന്ത് സ്വപ്നം വേണമെങ്കിലും കണ്ടുകൂടെ എന്നാണ് കൺമണി ചോദിക്കുന്നത്. എന്നാൽ ഗോകുല് പറയും, ഞാൻ കണ്ടതൊക്കെ നടക്കുന്ന സ്വപ്നങ്ങൾ. കൃഷ് രാജകുമാരൻ വന്ന് കൺമണി രാജകുമാരിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോകും. എന്നാൽ ഗോകുലിന്റെ വാക്കുകളൊക്കെ കൺമണി അവഗണിക്കുകയാണ്. അവസാനം ഗോകുല് പറഞ്ഞു പോകുന്നുണ്ട്, അപ്പ കൃഷ് സാറിൽ നിന്ന് അകന്നു, കൃഷ് സാറിനെ കല്യാണം കഴിക്കുന്നില്ല. എങ്കിലേ അപ്പ ഈ താലി ഇപ്പൊ തന്നെ പൊട്ടിച്ചു വേണം. വലിയ സാഹിത്യമൊക്കെ പറഞ്ഞതല്ലേ, കഥയല്ല ജീവിതം എന്നൊക്കെ.
അപ്പൊ പൊട്ടിക്ക്. കഴുത്തിലെ താലി കിടന്ന കെട്ടിയാളെ മറക്കാൻ പറ്റുമോ? അത് അയച്ചുകൾ, അതാ നല്ലത്. അല്ലെങ്കിൽ പൊട്ടിച്ചു മാറ്റ്. എന്നാൽ കൺമണിക്ക് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അത് കൺമണിക്ക് നന്നായിട്ട് അറിയാം. അത് പൊട്ടിക്കാതെ തന്നെ നിൽക്കുന്ന കൺമണിയെ കണ്ടിട്ട് ഗോകുൽ പിന്നെയും പറയുന്നുണ്ട്, ഞാനത് എന്താ പൊട്ടിക്കാത്തെ എന്ന് ചോദിക്കുന്നില്ല. അല്ലാതെ തന്നെ എനിക്കറിയാം അപ്പയ്ക്ക് ഇത് പൊട്ടിക്കാനുള്ള ശക്തിയുമില്ല, ധൈര്യവുമില്ല എന്ന്. അപ്പയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു ഈ താലിയാണെന്ന് അപ്പയ്ക്കറിയാം. അപ്പ അതിന് ഉത്തരമായി ക്രിഷ് സാറ് അപ്പയെ തന്നെ വിവാഹം കഴിക്കും. പിന്നെ ഒരു കാര്യം, ക്രിഷ് സാറിന്റെ ഫോൺ അപ്പ എടുക്കാത്തത് ക്രിഷ് സാറിന് നല്ല പ്രയാസമായിട്ടുണ്ട്. സാർ അതുകൊണ്ട് അപ്പയുടെ അടുത്തേക്ക് വരും, നോക്കിക്കോ. പണ്ട് അങ്ങനെ വന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇന്നും വരുമെന്നെല്ലാം ഗോകുൽ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ മാനസയാണെങ്കിൽ കട്ടക്കലിപ്പിലാണ്. കൃഷ് തന്റെ കോളുകളൊന്നും എടുക്കാത്തതിനുള്ള നീരസം മാനസ ഹേമയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ മാനസ ഇങ്ങനെ പരാതിപ്പെടുമ്പോൾ ഹേമ ചോദിക്കുന്നുണ്ട് മാനസയോട്, അതിന് ഞാൻ എന്ത് വേണം? ഒക്കെ നിന്റെ തീരുമാനമല്ലേ. എന്റെ അഭിപ്രായത്തിന് ഒരു വിലയും നീ കൊടുക്കുന്നില്ലല്ലോ. കൃഷിനെ കെട്ടിയടങ്ങുമെന്ന് നേർന്ന് നിൽക്കുകയല്ലേ നീ. കോള് കട്ട് ചെയ്താലും കൊള്ളാം, എടുത്താലും കൊള്ളാം, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഹേമയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട് മാനസ ചോദിക്കുകയാണ്, അപ്പൊ അമ്മയെ എന്നെ തള്ളിക്കളയാൻ പോവാണോന്ന്. എടി, നിന്നെ ഞാനല്ല, നിന്നെ നീ തന്നെയാണ് തള്ളിക്കളയുന്നത്. സ്വന്തം വില കളയാനായിട്ട് നടക്കുക നീ. പറഞ്ഞിട്ട് നീ മനസ്സിലാക്കുന്നുമില്ല. ഉടനെ മാനസ തിരിച്ചു പറയും, എന്നെ അമ്മയാണ് മനസ്സിലാക്കാത്തത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ ആകാശം വരെ ഉയരുകയും ചെയ്യും, പാതാളം വരെ താഴുകയും ചെയ്യും. ഇവര് തമ്മിൽ സംസാരിച്ചു നിൽക്കുമ്പോ ആന്റിയമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയും മോളും സംസാരിക്കുന്നത്? നിങ്ങൾ തമ്മിലൊരു തർക്കം പോലെ. അപ്പൊ ഹേമ മറുപടി കൊടുക്കും, തർക്കം പോലെ അല്ല ചേച്ചിയമ്മേ, തർക്കം തന്നെയാ. ഇവര് തമ്മിലുള്ള തർക്കം എന്തിന്റെ പേരിലാണെന്ന് ഊഹിക്കുന്ന ആന്റിയമ്മ സന്തോഷത്തോടു കൂടി അവരെ അറിയിക്കുന്നുണ്ട്, ഇനി തർക്കത്തിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവിടെ ഒരു സംഭവം നടക്കാൻ പോവുക. ഹേമ ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവം? ഇവരുടെ കല്യാണമാണോ? അതേന്ന് മൂളുമ്പോ, അത് നടക്കാനൊന്നും പോകുന്നില്ല, കൃഷി പിടിതരില്ല. ഹേമ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് ഹേമയോട് ആന്റിയമ്മ. എന്നാൽ ചേച്ചിയമ്മയോട് പറയുന്ന ഹേമയോട് സന്തോഷത്തോടു കൂടി ആന്റിയമ്മ പിന്നെയും പറയാണ്, കൃഷും മാനസയും തമ്മിലുള്ള വിവാഹത്തിന് ഒരു തീരുമാനമായി. ഞാൻ സമ്മതിച്ചു, ഇത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇനി ഒരിക്കൽ കൂടെ ഇത് കേൾക്കേണ്ടി വരില്ല നിങ്ങൾക്ക്. കാരണം എല്ലാം ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. മാനസയ്ക്ക് ഇത്രയും കേൾക്കുന്നതും തൃപ്തിയായി, സന്തോഷമാവുന്നുണ്ട്. ആന്റിയമ്മ തന്നെ തൊട്ട് തന്നെ സത്യം ചെയ്യുന്നുണ്ട്. അനിയൻകുട്ടനും സുജുവും കൂടി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന്. ജർമ്മനിയിൽ പോയിട്ട് വന്നാലേ നിങ്ങളുടെ കല്യാണമാണ്. മാനസ സത്യമാണോ എന്ന് സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോ, എന്റെ പെണ്ണെ സത്യമാടി. മാനസ പിന്നെ ഒന്നും നോക്കിയില്ല, ആന്റിയമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഹേമയ്ക്കാണെങ്കിൽ ഇത്രയും ഉറപ്പ് കിട്ടിയിട്ടും അതിന് വലിയ വിശ്വാസമൊന്നുമില്ല. അത് കാണുന്ന ആന്റിയമ്മ ഹേമയോട് ചോദിക്കുന്നുണ്ട്, ഹേമയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? എന്നാൽ ഹേമ, ഞാൻ എങ്ങനെ സന്തോഷിക്കും? എന്റെ മോള് കെഞ്ചി നേടിയ കല്യാണം പോലെയായിട്ടാ എനിക്കിതിനെ തോന്നുന്നത്. ഉടനെ മാനസ ഹേമയ്ക്ക് പറഞ്ഞു കൊടുക്കും, എന്റെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷമെങ്കിൽ അമ്മ ഇതിൽ സന്തോഷിക്കുക തന്നെ വേണം. മാനസയെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഹേമ പിന്നീട് അതിന് സമ്മതിക്കുന്നുണ്ട്. ഇനി ഞാനായിട്ട് ഉന്മേഷം കാണിച്ചില്ല എന്ന് വേണ്ട, ഞാനും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് തന്നെ മാനസയോട് പറയും. ആന്റിയമ്മ വീണ്ടും പറയും, എന്റെ പൊന്ന് ഹേമേ, ഞാൻ പറഞ്ഞില്ലേ ഇതിലെ കുറ്റക്കാരൻ കൃഷ് അല്ല, ആ കൺമണിയുടെ വശീകരണത്തില് അവൻ പെട്ടുപോയതാ. അതിൽ നിന്ന് നമ്മൾ കൃഷിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നു. കൺമണിയുടെ കൺവെട്ടത്ത് പോലും കൃഷി വരാത്ത രീതിയിൽ ഈ കാര്യം താൻ കൈകാര്യം ചെയ്യുന്ന മാനസയും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. മാനസ ആ പറഞ്ഞത് കേട്ട ആന്റിയമ്മ, നീ കൺമണിയെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് വേറെ രണ്ടുപേരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അനിയൻകുട്ടനെയും സുജുവിനെയും. എന്നാൽ ആ പറഞ്ഞത് എന്തിനാണെന്ന് രണ്ടുപേർക്ക് ഹേമയ്ക്കും മാനസയ്ക്കും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കുന്ന ആന്റിയമ്മ തെളിച്ചു പറയും, നീ അവരുടെ മനസ്സിലെ കയറിപ്പറ്റണം. എല്ലാ ആൺമക്കളുടെയും രക്ഷകർത്താക്കൾ മരുമകളെ കുറിച്ച് കുറെ സ്വപ്നങ്ങളൊക്കെ കാണും. അതിനുവേണ്ടി നീ നിന്നെ തന്നെ അങ്ങ് ഒരുക്കണം. എന്നാൽ ഞാൻ ഒന്നല്ല, ഒന്നൊന്നര ഒരുക്കമാണ് ഒരുങ്ങാൻ പോകുന്നതെന്നും അവരുടെ മനസ്സിൽ ഞാൻ ചെന്ന് കൂട് കൂട്ടുമെന്നും ആ കൂട് പിന്നെ അവർക്ക് പൊളിച്ചു കളയാൻ പോലും പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റുമെന്നും ആ കൂട്ടില് ഞാനും കൃഷും സന്തോഷത്തോടെ ദീർഘനാൾ വാഴുമെന്നും മാനസ അമിതാവേശത്തിൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ആന്റിയമ്മയ്ക്ക് സന്തോഷവും. മിടുക്കിയെന്നൊക്കെ പറഞ്ഞ് മാനസയെ അഭിനന്ദിക്കും. ആന്റിയമ്മ പോയി കഴിഞ്ഞിട്ട് ഹേമ ചോദിക്കുന്നുണ്ട് മാനസയോട്, നിനക്കിപ്പോ സന്തോഷമായല്ലോ അല്ലേ? എനിക്ക് സമാധാനമായി അമ്മേ. പക്ഷെ അവരുടെ സമാധാനം തീരാൻ പോവുക. എന്റെ കഴുത്തിൽ കൃഷിന്റെ താലി ഒന്ന് വീണ് കിട്ടട്ടെ എന്നും പറഞ്ഞ് പ്രതികാരത്തോടെ നിൽക്കുകയാണ് മാനസ.